നിങ്ങൾക്കറിയാമോ ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്ത വഴി എൻ്റെ ഫ്രണ്ടിന് അവൻ്റെ 50 ലക്ഷം രൂപ ലോണിൽ ലക്ഷങ്ങളാണ് സേവ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണോ? എന്നാ വാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു മിത്താണ് 15 വർഷത്തെ ഹോം ലോൺ എടുത്താൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് അടച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് മാത്ത് ഒന്ന് ചെയ്തു നോക്കാം. 7% ഇൻട്രസ്റ്റിൽ 15 വർഷത്തേക്ക് 50 ലക്ഷം ലോൺ എന്ന് പറയുമ്പോൾ ഇവിടെ EMI വരുന്നത് 46,351 രൂപയാണ്. അതായത് നിങ്ങൾ മൊത്തം 83,43,000 രൂപ ബാങ്കിലേക്ക് അടച്ചു. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ 33,43,000 രൂപ അടച്ചു. പക്ഷേ ഇതിന് പകരം നിങ്ങളിപ്പം 20 വർഷത്തെ ലോണാണ് എടുത്തെങ്കിലോ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ EMI 40,280 രൂപയായിട്ട് കുറഞ്ഞേനെ. അതായത് എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു 6,071 രൂപ സേവ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ 6,071 രൂപ നമ്മൾ അടയ്ക്കുന്നതിന് പകരം അത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് SIP-യിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഒരു 12% CAGR നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ബാങ്കിലേക്ക് 72,50,000 രൂപ അടച്ചിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് 22,50,000 രൂപ കുറച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടെ 15 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ SIP 28,89,000 ആയിട്ട് വളർന്നിട്ടുണ്ടാവും. ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് ശേഷം 26,80,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ലോണിൽ ഇനി ബാക്കിയുള്ള 24,17,000 രൂപ അടച്ചാലും നിങ്ങളുടെ പോക്കറ്റിൽ ഇനി 2,62,000 രൂപ ഉണ്ടാവും. സോ അടുത്ത തവണ നിങ്ങൾ ലോങ് ടെന്യൂർ എടുക്കുക. ഡിഫറൻസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പണം വളരുന്നത് എന്നുള്ളത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിട്ട് പണം സേവ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഓർക്കുക, പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം ഫോളോ ചെയ്യാം.